ആ പെങ്കുച്ചു പഠിച്ചോണ്ടിരുന്ന കോളേജിൽ നിന്ന് അവധിയാണ്. എന്തായാലും കുറെ കഷ്ടമായി പോയി. ശവം കാട്ടിക്കിടന്ന് അഴുകിപ്പോയെന്ന്. പിന്നെ തന്റെ തിരിച്ചറിഞ്ഞു. ഇവിടെ എത്ര അഴുകിയാലും തന്തയ്ക്കും തള്ളയ്ക്കും തിരിച്ചറിയാം. ചേട്ടാ ഇന്ന് ഹർത്താലാണ്, കട അടയ്ക്കണം. അടച്ചോണ്ടിരിക്കല്ലേടി. എന്തോ ചെവി കേട്ടൂടി, പോടെ അവിടുന്ന്. നാട്ടുകാരെ ശരിക്കും അറിഞ്ഞൂടാ. എന്താ കാര്യം? ചേട്ടാ മര്യാദച്ചവന്മാരെ ഇറക്കി വിടണം, ഇല്ലെങ്കിൽ ഞാൻ കാത്തേക്ക് കയറേണ്ടി വരും. എന്താ കാര്യം എന്ന് പറ. കാര്യം എന്താണെന്ന് ചേട്ടൻ അറിഞ്ഞില്ലേ? ആ പെണ്ണിനെ കൊന്നതിനെ യുവമാർക്കും പങ്കുണ്ട്. പോലീസ് കേസ് അവന്മാരെ ഒതുക്കുന്നതിന് മുമ്പേ നമുക്ക് അവന്മാരെ ഒന്ന് ഒതുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടുകാരാണോ ചേട്ടാ? അല്ല പിന്നെ ആരാ ഇത് പറഞ്ഞേ? ഒരു തെളിവുമില്ലാതെ. തെളിവ് വരുമ്പോഴേ ചിലപ്പോ ചേട്ടൻ ഇവിടെ അകത്താവും. അല്ലെങ്കിൽ വേഗം അവന്മാരെ ഇവിടെ ഇറക്കി വിട്. എന്താ വാടാ എന്ന് കാണുന്നേ? എന്തുവാ? കൃഷ്ണൻ അല്ലേ? ഇയാളോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എന്താണ് ഈ ഒപ്പ് നിന്റെ തന്നെയല്ലേ? അതെ. ഓട്ടോഗ്രാഫ് ഒപ്പിട്ടകാലം നീ എന്ന് പറയുന്നത് എന്താ? കൃഷ്ണന്റെ ചീത്തപ്പേര് മാറ്റാൻ നാടകം ഉണ്ടാക്കും നീയൊക്കെ. കൃഷ്ണൻ നാറ്റിക്കല്ലോടാ. നാടകം കളിച്ച് നാട്ടിലിറങ്ങി പെണ്ണ് പിടിച്ചാണല്ലോ ഇടിച്ചു ഞാനോ. ആ, ഈ കത്ത് ആ പെണ്ണ് നിനക്ക് എഴുതിയാണോ? അതെ സർ. ഇതിനു മുൻപ് കത്തിടപാടുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആ കുട്ടി 1-2 കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതെവിടെ? നശിപ്പിച്ചു കളഞ്ഞു സർ. അതെന്തിനാ? എനിക്കതിൽ താല്പര്യമില്ലായിരുന്നു. ആ കുട്ടിയോട് സാറ് സംശയിക്കുന്ന രീതിയിലൊരു ബന്ധം എനിക്കില്ല. ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കായിരുന്നു. ഓ, നീ ആരാ അവരെയൊക്കെ രക്ഷിക്കാൻ? സാക്ഷാൽ കൃഷ്ണനൊന്നും അല്ലല്ലോ. കൃഷ്ണന്റെ മേക്കപ്പ് ഇട്ട് പെമ്പിളരെ പഞ്ചായടിച്ച് നടക്കുക അല്ലേ? നിന്റെ അടവൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. നടന്നൊക്കെ തെളിച്ച് പറയണ. സാർ, ആ കുട്ടിക്ക് മറ്റാരോടും അടുപ്പമുണ്ടായിരുന്നു. പറഞ്ഞു കേട്ടപ്പോ അവൻ ആളത്ര ശരിയില്ലെന്ന് തോന്നി. അതിൽ നിന്ന് ആ കൊച്ചിനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരത്? പലവട്ടം ഞാനത് ചോദിച്ചിട്ടും ആ കുട്ടി വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. താൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഉണ്ട്, 2 തവണ. അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ കുട്ടി മാത്രം. കത്തവള് നേരിട്ട് തരികയായിരുന്നു? അല്ല, പോസ്റ്റ്മാൻ കേശവൻ വഴി കൊടുത്തുവിട്ടു. ഓഹോ. ഒരു തമ്പി, ആ പോസ്റ്റ്മാൻ കേശവനെങ്കിൽ തപ്പിക്കൊണ്ടു വാ. ആ പിന്നെ പോണ വഴിക്ക് ഇവനെ അവന്റെ ക്യാമ്പിൽ ഇറക്ക്. നാട്ടുകാരി കൃഷ്ണനെ വഴി കണ്ട ചിലപ്പോ തല്ലി കൊല്ലു. ആ പൊയ്ക്കോ, ഞാൻ വിളിക്കും വരണം. എന്നെ ഉപദ്രവിക്കില്ലേ സാറേ? ഞാൻ അഭിനയിക്കാൻ കൊതിച്ച് അവരുടെ കൂടെ കൂടിയതാ. നിന്റെ ഈ മോന്ത കണ്ടിട്ട് അവരെങ്ങനെ എടുത്തടാ? പറയടാ. ഏവൻ കണ്ണാടി നോക്കാറില്ലെന്ന് തോന്നുന്നേ. ഒരു നടനെ. ബാക്കി പറയടാ. ഇന്ദുവിന് നിന്നോട് ഇത്ര കടുപ്പം തോന്നാൻ കാരണം? എന്റെ പൊന്ന് സാറേ, എനിക്ക് അടിവയറ്റിൽ ഒരു എരിച്ചിലുള്ളവനാ. ഗ്യാസ്, മൂത്രം ഒഴിക്കാൻ ഇമ്മിണി പാടാ. എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ സത്യം പറയാം. ആ പെങ്കൊച്ചിനൊരുത്ത സ്ഥിരമായിട്ട് കത്ത് അയക്കാറുണ്ടായിരുന്നു. ഞാനത് രഹസ്യമായിട്ട് കൊച്ചിന് കൊടുക്കും. എന്തിനാ അവന്റെ പേര്? ജോണി. ജോണി വാക്കർ എന്നാ ഇന്ദു കളിയാക്കി വിളിക്കണേ. എന്റെ പൊന്ന് സാറേ, ഞാൻ അവനെ കണ്ടിട്ടില്ല. കത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കൊച്ചിനെ കാണാതാവുന്നതിന് 3 ദിവസത്തിന് മുമ്പും ഞാനൊരു കത്ത് കൊണ്ട് കൊടുത്തു. എവിടെയാണ് അവന്റെ സ്ഥലം? അച്ഛനാണ്, എന്റെ ദൈവങ്ങളാണ്, അത് മാത്രം എനിക്ക് അറിഞ്ഞൂടാ. ആ, നീ കത്തുകളൊക്കെ പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ച് നാളെ 10 മണിക്ക് ഇവിടെ എത്തണം. കേട്ടല്ലോ? ശരി സാർ. കഴിയ. ഇവനിതൊന്നും തൊടത്തില്ല. ആ പെണ്ണിന് ഒരുത്തിനുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നത് ആ പോസ്റ്റ്മാനും പറഞ്ഞു. അവൻ ആരാണെന്നൊരു തുമ്പും കിട്ടാതെ ആ വഴിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ആ കുട്ടിയുടെ കൂട്ടുകാരികളെ ചോദ്യം ചെയ്തു. അവർക്കും അങ്ങനെ ആളെ പറ്റി അറിയില്ല. ജോണിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു സാർ. അവൻ 2 മാസം മുമ്പേ ഗൾഫിലേക്ക് കടന്നു. എയർപോർട്ടിൽ ചെന്ന് ഞാനത് വെരിഫൈ ചെയ്തു. അതൊരു മറയാക്കി വെച്ച് ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും കളിച്ചിട്ടുണ്ടെന്ന് എന്റെ സംശയം. എങ്ങനെ? നാട്ടുകാരിൽ ചിലരുടെ അഭിപ്രായം പറഞ്ഞതാ. വെറുതെ ആവാനൊന്നും വഴിയില്ല. ഞാൻ ആ വഴിക്കും അന്വേഷിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് ആ വട്ടനെ കുറിച്ചാ. ആര്? അവധൂതനോ? ആ മനുഷ്യനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ തലപിണ്ണാക്കണ്ട.
നല്ല വട്ട അഭിനയിച്ചിടക്കുന്ന ഒരുപാട് ക്രിമിനലുകളുണ്ട്. റിപ്പർ ചന്ദ്രനൊക്കെ അങ്ങനെ നടന്നതല്ലേ? സംശയം തോന്നിയ ആരായാലും അകത്താക്കി ചോദ്യം ചെയ്യണം. ഇവനൊക്കെ മനുധർമ്മവും മഹാഭാരതവും ഒക്കെ കരിക്കട്ടുകൊണ്ട് എഴുതിയിരിക്കും. അത് ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു അടവാ. സാമൂലവനെ വാച്ച് ചെയ്യട്ടെ. ഇനി ഞാനൊന്നും പറയുന്നില്ല. യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടുമ്പോ ഞാൻ പറഞ്ഞതിന്റെ സത്യം നിനക്ക് ബോധ്യാവും. അങ്ങേ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അറിഞ്ഞോ? ഈ നാട്ടിലൊരു പെൺകുട്ടിയെ കാണാതായതാ കാര്യം. പെൺകുട്ടികളുടെ തെറ്റിന് മാപ്പില്ല. കഠിനമായ ശിക്ഷ കൊടുക്കണം. അവൾ സൃഷ്ടിയുടെ മാതാവാണ്. അവൾ കച്ചടക്കമില്ലാണ്ടായാൽ സന്തതി പരമ്പരകൾ നശിച്ചു പോകും. അവളെ നശിപ്പിക്കുന്നവർക്ക് അതിലും വലിയ ശിക്ഷ കൊടുക്കണം. പോലീസ് പിടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞാ മതിയോ? കുറ്റവാളികളെ ശിക്ഷിക്കാൻ ആ പോലീസ്. അപ്പൊ തെറ്റ് ചെയ്യുന്ന പോലീസിനെ ആര് ശിക്ഷിക്കും? ദൈവം ശിക്ഷിക്കും. അപ്പൊ പിന്നെ എല്ലാരും ദൈവം ശിക്ഷിച്ചാ പോരെ? പിന്നെ പോലീസ് എന്തിനാ? നിങ്ങൾ കുറ്റക്കാരാണെന്നോ അല്ലെന്നൊന്നും എനിക്കറിയണ്ട. അതൊക്കെ സ്റ്റേഷനിലെ കോടതിയിലാ പറഞ്ഞട്ടെ. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. തറവാട്ടി കയറ്റാൻ കൊള്ളാത്ത കൂട്ടരാണെന്ന് ബന്ധുക്കൾ മൊത്തം പറഞ്ഞതാ. എന്നിട്ട് ഞാനത് കേട്ടില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ നാണം കെട്ടു. ഇലഞ്ഞിത്തറ തറവാട്ടിൽ പോലീസുകാർ കയറി ഇറങ്ങുന്നു. ഈ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അല്ല അതേട്ടാ, ഈ സാഹചര്യത്തിൽ ഇവിടെ ഇറക്കി വിടരുത്. ഞങ്ങൾ ഈ വീട്ടിൽ ഇത്രയും ദിവസം തങ്ങിയിട്ട് എന്തെങ്കിലും അസൗകര്യം ഞങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാം കൂടെ ചേർത്തിപ്പോഴായല്ലോ. ദേ, നിങ്ങൾ എവിടെ പോയാലും എനിക്കൊന്നുമില്ല. കടത്തിണ്ണയിലോ നാടകപ്പറമ്പിലോ നിങ്ങളുടെ ബസ്സിലോ എവിടെ വേണമെങ്കിലും പോയാട്ടെ. ചേട്ടാ, ഞങ്ങൾ കാല് പിടിക്കാം. ഈ പെണ്ണുങ്ങളെ കുട്ടികളെ കൊണ്ട് ഈ സാഹചര്യത്തിലൂടെ നടക്കി വിടരുത് പ്ലീസ്. ദേ, എന്റെ സമനില തെറ്റുന്നു. മര്യാദയ്ക്ക് ഇറങ്ങി പോടോ ഇവിടുന്ന്. അല്ലെങ്കിൽ ഞാൻ പോലീസ് പരാതി കൊടുക്കും. വേണ്ട, പരാതിക്കൊന്നും പോകണ്ട. ഞങ്ങളിതാ ഇറങ്ങുക. ഞങ്ങൾ നാടകപ്പറമ്പിലോ സ്റ്റേജിലോ കിടന്നോളാം. ചേട്ടാ ക്ഷമിക്കണം. ഇത്രയും ദിവസം ഒരു ചേട്ടനെ പോലെ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് നന്ദി. വരട്ടെ, നിങ്ങളോട് ഇത് ചെയ്യേണ്ടി വന്നതിന് ക്ഷമിക്കണം. പോലീസും കേസെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് പേടിയാ. ഇറക്കി പിടിച്ച മാത്രം പോരാ, ശരിക്കും നാണം കെടുത്തണം. പെൺവാണിഭ കേസിലൂടെ പെടുത്തി പരസ്യമായി നാട്ടുകാരുടെ മുന്നിലൂടെ നടത്തിക്കണം. എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയ തുല്യായിരുന്നില്ലേ ആ നായിയുടെ മോന്റെ വർത്താനം. ആ എസ് ഐ ഇതുവരെ അമാർക്കെതിരെ കേസെടുത്തിട്ടില്ലെന്നാ ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞത്. ഇത്രയും തെളിവുണ്ടായിട്ട് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാത്ത ആ എസ്ഐയുടെ കളിയാ. ഇല്ലെങ്കിൽ ദിവസം ഒന്ന് രണ്ടായില്ലയോ? ഇനി താമസിപ്പിച്ചൂടാ. ഇപ്പൊ തന്നെ ഞാനിതിനൊരു പണി ഒപ്പിക്കും. പിണങ്ങിയാ പിന്നെ നേതാവ് മൂർഖനാ. ഏതായാലും അവന്മാര് നേതാവിനെ ചീത്ത വിളിക്കണ്ടായിരുന്നു. അനുഭവിക്കട്ടെ. ഞാനിത് നേരിട്ട് കേട്ടതാ സാറേ. പുല്ലു വില പോലും മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാത്തവരാ ഈ എസ് ഐ. പിന്നെ സാറിന്റെ പേരിലും ചില അപവാദങ്ങൾ പലരും പറയുന്നുണ്ട്. അത് ഇവിടുത്തെ കുറച്ച് ലോക്കൽ പത്രക്കാരാണ്. അവർക്കും സപ്പോർട്ടായി എസ് ഐ. ശരി സാർ. ഇല്ല സാർ വേണ്ട പോലെ ഇപ്പൊ തന്നെ ചെയ്യിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതൊരു മാനക്കെടാവും. ഐ ജി ഓഫീസിലൊന്ന് സാർ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി സാർ, അത് മതി. സന്തോഷം. ഒപ്പിച്ചടാ. ഇനി കളി നിങ്ങൾ കണ്ടോ? എസ് ഐയും അവന്റെ അപ്പനും പറയും. നോക്കിക്കോ. മതി മതി, ഒക്കെ മതിയായി. ഇന്നലെ വരെ ചാപ്പാടടിച്ചതിന്റെ കാശൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ശരി. ഇനി വേണ്ട. ഇവിടെ താമസിക്കാൻ ഇടം കൊടുത്തവനെയും അഭിനയിക്കാൻ വന്നവനെയും കാണാൻ വന്നവനെയും ഒക്കെ അകത്താക്കിക്കൊണ്ടിരിക്കുക. ഇനി എപ്പോഴാ ചാപ്പാട് തന്നവന്റെ ഊഴമൊന്നും നോക്കിയാ ഞാൻ ഇരിക്കുന്നേ. എന്റെ പൊന്നു ചങ്ങാതി പൊയ്ക്കോ. ഞാൻ കുറെ ദിവസം കടയൊക്കെ അടച്ചിട്ട് ഭാര്യയും മക്കളുമായിട്ട് ദേശാടനത്തിന് പോകാൻ പോവുക. വേറെ ഏതെങ്കിലും കട ഏർപ്പാടാക്കിക്കോ. ഓ ഓ അല്ലേ അല്ലേ അണ്ണാ, കുറെ ദിവസം പട്ടിണി കിടക്കട്ടെ. സത്യം പറയിക്കാൻ പോലീസിന് എളുപ്പമായിരിക്കും. ചെയ്യുന്ന വേഷത്തിനോടെങ്കിലും മാന്യത കാണിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. നാട്ടിലുള്ള പെൺപിള്ളാരെ മുഴുവൻ നേരിട്ട് ഉപദേശിച്ച് നന്നാക്കാൻ ഇറങ്ങിയ പിന്നെ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മുടെ ഡിസിപ്ലിനും ലക്ഷ്യമൊക്കെ മറന്നു. നമുക്ക് വഴിതെറ്റി. അതാ സംഭവിച്ചത്. ആരും അറിയാതെ അവളുടെ വീട്ടിലെന്തിനു പോയി? രഹസ്യമായി എഴുത്തുകുത്തും നടത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാവാത്തവരല്ല ഞങ്ങള്. ഈ നാട്ടുകാർ മൊത്തം തിരിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പെൺപിള്ളാരെയും കുട്ടികളെയും കൊണ്ട് വഴി കിടക്കേണ്ടി വന്നതിന് താൻ മാത്രമാണ് ഉത്തരവാദി. തെറ്റെന്റെ തന്നെ, സമ്മതിച്ചു. പക്ഷേ എന്നെ നിങ്ങളിങ്ങനെ ഒറ്റപ്പെടുത്തരുത്. എന്നെ ഒരു കൊലപ്പുള്ളിയായിട്ട് കാണരുത്. ഞങ്ങൾ കണ്ടില്ലെന്ന് വെച്ച് പോലീസ് വിടുമോ?